എല്ലാവർക്കും സ്നേഹവന്ദനം. ഞാനൊരു ആയുർവേദ ഡോക്ടറല്ല, അലോപ്പതി ഡോക്ടറല്ല, ഹോമിയോ ഡോക്ടറല്ല. ഞാൻ സാധാരണ ഒരു പ്രിയപ്പെട്ട മനുഷ്യനാണ്. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, അവസാനം വരെ കാണണം. കാര്യം മനുഷ്യന് ഉതകുന്ന, മനുഷ്യന് പ്രയോജനപ്പെടുന്ന ഒത്തിരി ജീവിതങ്ങളുടെ മരണകരമായ അവസ്ഥയിൽ നിന്നുകൊണ്ട് തിരിച്ചു കൊണ്ടുവരും പ്രയോജനപ്പെടുന്ന വീഡിയോയാണ് ഈ വീഡിയോ. കാരണം നമുക്കറിയാം, ഒത്തിരി കുഞ്ഞു കുട്ടികൾ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് എന്ന് ചോദിച്ചാൽ, പെട്ടെന്ന് പണ്ട് കാലങ്ങൾ വാർദ്ധക്യത്തോളം ഒത്തിരി ആളുകൾ പെട്ടെന്ന് മരണപ്പെടുമ്പോൾ ഇപ്പോൾ 35 വയസ്സ് 25 വയസ്സ് പ്രായമുള്ളവരൊക്കെ അറ്റാക്കായിട്ട് മരിക്കുന്നു, പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നു. അതുപോലെ ഇപ്പോൾ എന്നെ ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ച ഘടകം, വരുന്ന ചില നാളുകൾക്ക് മുമ്പ് കൊച്ചു പിള്ളേർ രാവിലെ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ, ആഹാരം കഴിച്ചിട്ട് മാറിപ്പോയപ്പോൾ, കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ കുഞ്ഞു കുട്ടികൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു. ഇതിന് ചില കാരണങ്ങൾ ഞാൻ നിങ്ങളോട് പറയുകയും അതിൻ്റെ പ്രതിവിധി എൻ്റെ ബുദ്ധിയിൽ നിന്നുകൊണ്ടും ചില ഡോക്ടർമാരുടെ ചില കുറിപ്പടിയിൽ നിന്നുകൊണ്ടൊക്കെ കേട്ട് വായിച്ചൊക്കെയാണ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളിത് കേട്ടിട്ട് അവജ്ഞയോടെ കളയരുത്. നിങ്ങൾക്കിത് പ്രയോജനപ്പെടുകയും നിങ്ങൾ മറ്റുള്ളവരെ ഷെയർ ചെയ്യണം. ഷെയർ ചെയ്ത് അവർക്കും അത് ഉതകത്തക്ക രീതിയിൽ ഇതിനെ വീഡിയോ പ്രയോജനപ്പെടുത്തുക. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നല്ല വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ കാരണമായി തീരും. ഓക്കെ, വിഷയത്തിൽ വരാം. കുഞ്ഞുകുട്ടികൾ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നു. നമുക്ക് 2019 ശേഷം 19 കോവിഡിൻ്റെ ഭയങ്കരമായ ഒരു വ്യാപനം മനുഷ്യ കുലത്തെ നശിപ്പിച്ചു കളഞ്ഞു. ഒത്തിരി പേര് ആഗ്രഹിച്ചിരുന്ന സ്വപ്നം കൊണ്ട് കെട്ടിപ്പണ്ട കൊട്ടാരങ്ങൾ ഒരു ചീട്ട് കൊട്ടാരം പോലെ കെട്ടടിഞ്ഞു പോയിട്ടുണ്ട്. ജീവിതങ്ങളൊക്കെ പകുതി വഴിയിൽ വെച്ച് നശിപ്പിച്ചു. മക്കളുടെ, കുടുംബത്തിൻ്റെ നല്ല സ്വപ്നഭാവൽ കണ്ടു നിന്നവരുടെയും ജീവിതം നശിപ്പിച്ചു കളഞ്ഞ് കോവിഡ്. അതിന് പ്രതിവിധി എന്ന കോവിഡ് വാക്സിൻ, ഇതുപോലുള്ള വാക്സിനുകൾ ജനം സ്വീകരിച്ചിട്ടുണ്ട്. ഞാനും സ്വീകരിച്ചു. പക്ഷേ ഇപ്പോൾ ഈ കുഴഞ്ഞ് വീഴുന്നത് കൊണ്ട് പല പഠനങ്ങളും ഇതിന് പിന്നിൽ വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഈ വാക്സിൻ എടുത്തവരാണ് ഇത് മരിച്ചു പോകുന്നതെന്ന്. അങ്ങനെയെങ്കിൽ ഈ കുഞ്ഞുകുട്ടികൾ വാക്സിൻ എടുത്തവരാണോ? അല്ല, കുഞ്ഞുകുട്ടി വാക്സിൻ എടുത്തിട്ടില്ല, പക്ഷെ അവരും എന്ത് ചെയ്യുന്നുണ്ട്, വാക്സിൻ എടുക്കാത്ത സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരും ഈ വാക്സിൻ എടുക്കാത്തവരും മരണപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വാക്സിൻ ആണ് ഇത് എന്ന് പറയാൻ പറ്റില്ല. ഇനി വാക്സിൻ ആയിക്കോട്ടെ, ഇല്ലായിക്കോട്ടെ, എന്തായിക്കോട്ടെ. പക്ഷേ എൻ്റെ ചിന്ത ഇതാണ്, വാക്സിൻ എടുത്തത് മാത്രമല്ല, വാക്സിൻ എടുക്കാത്ത ഒത്തിരി കുഞ്ഞുങ്ങൾ ഈ വരുന്ന കാലഘട്ടങ്ങളിൽ പത്രമാധ്യമങ്ങളിലൊക്കെയും ന്യൂസിലൊക്കെ മരിച്ചുകൊണ്ടിരിക്കുക. കുഞ്ഞു പിള്ളേർ, ഒരു കുടുംബത്തിൽ അപ്പനമ്മയ്ക്കും സഹിക്കാൻ കഴിയില്ല. പ്രതിവിധി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്താ അത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞുതരാം. വാക്സിൻ മാത്രമല്ല ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, നാം ഉപയോഗിക്കുന്ന ജങ്ക് ഫുഡ്സ്, ജങ്ക് ഫുഡ് ഇതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ മാത്രമല്ല 100% ഇതിൽ നിന്നൊരു പ്രതിവിധി ഉണ്ട്. നമുക്ക് കുഞ്ഞുപിള്ള കരയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? പെട്ടെന്ന് അവരെ പിടിച്ചിരുത്താൻ വേണ്ടി ലേസ് പോലുള്ള, അതുപോലെ മാഗി പോലുള്ള, നിപ്പി പോലുള്ള സാധനങ്ങൾ ഇവർ വാങ്ങിക്കൊടുക്കാറുണ്ട്. അവർക്ക് രുചിയാണ്, അപ്പനമ്മ എളുപ്പമാണ്, പിന്നെ 10 രൂപ 5 രൂപയ്ക്ക് സാധനം കിട്ടും, വാങ്ങിക്കൊടുക്കാറുണ്ട്. ഇത് അപകടകരമായ അവസ്ഥയാണ്. 2, നമുക്കൊരു കടകളിൽ 10 രൂപ കിട്ടുന്ന മാംഗോ പോലുള്ള ചില വെള്ളമുണ്ട്. ഈ സാധനം ഷുഗറാണ്. അത് മാത്രമല്ല, അത് ഡേഞ്ചർ സാധനമാണ്. മനുഷ്യൻ്റെ നാച്ചുറൽ വിശപ്പിനെ ഈ ആഹാരങ്ങൾ പിടിച്ചു വെക്കുന്നുണ്ട്. ലേസ് കഴിച്ച് നോക്കൂ, കുറേ നേരത്തെ വിശപ്പുണ്ടാകത്തില്ല. കുഞ്ഞുങ്ങൾ ഒരു 10 മണിക്കോ 11 മണിക്കോ ലേസ് പോലത്തെ സാധനങ്ങൾ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ, ഈ വെള്ളമായി 10 രൂപയ്ക്കുള്ള വെള്ളം വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർക്ക് ഉച്ച വിശപ്പുണ്ടാകത്തില്ല. അതുകൊണ്ട് പറ്റുന്നറിയാവോ, ഈ വിശപ്പുണ്ടാകാതെ വരുമ്പോൾ ആഹാരം ഭക്ഷിക്കുന്നില്ല. വീണ്ടും ഒരു 2-3 മണിയാകുമ്പോൾ ഈ കുഞ്ഞു പിള്ളേരുടെ മാനസിക ടെൻഡൻസിയിൽ ഇത് ആ 10 മണിക്ക് 11 മണി കഴിച്ചാൽ ലേസ് പോലുള്ള ജങ്ക് ഫുഡ് ആഹാരത്തിന് വേണ്ടിയിട്ട് പിള്ളേരുടെ മനസ്സെന്തിന് ആകാംക്ഷിക്കുകയും അപ്പനമ്മയുടെ വാശി ഉണ്ടാക്കുകയും അപ്പനന്മാർക്ക് കുഞ്ഞുങ്ങളെങ്ങനെയെങ്കിലും സന്തോഷത്തോടെ ഇരിക്കണമെന്നുള്ള കാരണത്താൽ ഇത് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ഏറ്റവും വലിയ അപകടമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കുഞ്ഞു പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ട് പോകുന്ന സമയത്ത് യാത്ര പോകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിക്കൊടുക്കുന്നറിയാവോ, ബേക്കറി ഐറ്റത്ത് കൊണ്ട് നിർത്തിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങിക്കൊടുക്കാറുണ്ട്. അവർക്ക് പപ്സ്, അതുപോലെ മൈദ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെയും പിള്ളേർക്ക് വാങ്ങിക്കൊടുക്കുന്നു. ഇതൊക്കെയും ദഹന പ്രക്രിയയെ വല്ലാതെ ബാധിക്കുകയും ബ്ലഡ് കട്ടിയാകുവാൻ കാരണമായി തീരുകയും ചെയ്യുന്നു.
രണ്ട്, ഈ ജങ്ക് ഫുഡ് ഈ ഉപയോഗിക്കുന്നുള്ള റീസൺ ഒന്നാമത്തെ അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങൾ ഇപ്പോൾ കൊച്ചു പിള്ളേങ്ങൾ ശ്രദ്ധിച്ച് നോക്കും, ഒത്തിരി കുഞ്ഞു പിള്ളേർ, പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ ഇല്ല, ഞങ്ങളുടെ കുഞ്ഞുനാളിലൊന്നും ഇങ്ങനെ ഇല്ല. മിക്ക കുഞ്ഞു പിള്ളേരുടെയും ഉദയത്തിനകത്ത് കുടൽപ്പുഴ് വന്നിട്ടുണ്ട് ഇപ്പോഴാണ് ഈ കുഞ്ഞു കാലങ്ങളിൽ. കാരണം അറിയാമോ, ഇതുപോലുള്ള ഈ ആഹാരങ്ങളിൽ ഉപ്പിൻ്റെ അംശം കൂടുതലാണ്, എരിവിൻ്റെ അംശം കൂടുതലാണ്. മനുഷ്യനെ അറ്റാക്ക് ഉണ്ടാക്കുന്ന, ബ്ലഡിനെ കട്ടിയാക്കുന്ന ചില സംവിധാനങ്ങൾ ഈ ആഹാര പദാർത്ഥങ്ങളിലുണ്ട്. ഇത് കുഞ്ഞു പിള്ളേർക്ക് വാങ്ങി കൊടുക്കരുത്. ഇത് വാങ്ങി കഴിച്ചിട്ട് എന്തെന്നറിയാവോ, ഇത് പെട്ടെന്ന് ദഹിക്കുകയല്ല, വിശപ്പുണ്ടാക്കത്തില്ല, വിശപ്പ് കൊടുക്കാറില്ല. വിശപ്പ് 11 മണിക്ക് 12 മണിക്ക് വാങ്ങി കൊടുക്കുമ്പോൾ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കില്ല. ഈ സമയത്ത് ഗ്യാസ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുകയും ആ ഗ്യാസ് ട്രബിള് മനുഷ്യൻ്റെ കുടലിനെ പുണ്ണാക്കി മാറ്റുകയും ചെയ്യുന്നത് കൊണ്ട് പിള്ളേർക്ക് ഇത് മാരകമായ അസുഖത്തിലേക്ക് കൊണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. ഇത് അപകടകരമായ അവസ്ഥ. രക്ഷകർത്താക്കൾ ഇത് ഒഴിവാക്കി മതിയാവുകയുള്ളൂ. ഇങ്ങനെയുള്ള ബേക്കറി ഐറ്റംസ് ഒഴിവാക്കണം. 3, പൊറോട്ട. കുഞ്ഞുങ്ങൾക്ക്, മുതിർന്നവർക്ക് ഏറ്റവും അപകടകരമായ സംഭവമാണ് പൊറോട്ടയും ബീഫ്. മലയാളി മനുഷ്യന് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് പൊറോട്ട, ഇറച്ചി. ഇതൊക്കെ ഒഴിവാക്കണം. അടുത്ത് ബിരിയാണി. ഏറ്റവും ഇഷ്ടപ്പെടുകയും നാമ രുചി പകരം ചെയ്യുന്നുണ്ടെങ്കിലും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികൾക്കോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ കമ്പനികൾക്ക് ദോഷം വരുന്നില്ല. അവർക്ക് ക്യാഷ് കിട്ടിയാൽ മതി. അവർ ആ ആഹാരം പ്രൊഡ്യൂസ് ചെയ്തിടുന്നുണ്ട്, ഇവിടെ പാചകം ചെയ്യുന്നു. ഈ ആഹാരം അകത്ത് ചെല്ലുമ്പോൾ എണ്ണയുടെ എന്താ പറയുക അംശം ബ്ലഡിൽ കലർന്ന് ബ്ലഡ് കട്ടിയാവുകയും പെട്ടെന്ന് മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഇത് പരിഹസിക്കുമായിരിക്കാം, കളിയാക്കുമായിരിക്കാം, പക്ഷെ ഒന്നുമല്ല, ഇത് സത്യമാണ്, യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ കഴിച്ചിട്ട് എന്തെന്നറിയാവോ, നേരെ വന്ന് കട്ടിൽ കിടക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു TV ഫ്രണ്ടിലിരിക്കും, അല്ലെങ്കിൽ സോഫ സെറ്റ് ചാരിയിരിക്കും. ചാരിയിരുന്നു കൊണ്ട് ഒന്ന് മൊബൈൽ ഗെയിം കാണുക, അല്ലെങ്കിൽ മറ്റ് ഗെയിം കളിക്കുക. ഇതൊക്കെയും ചെയ്യുന്നത് കൊണ്ട് മനുഷ്യൻ്റെ കുഞ്ഞുങ്ങളുടെ ശരീരം വിയർക്കാതെ എന്ത് ചെയ്യുന്നില്ല, ഈ വിഷാംശങ്ങളെല്ലാം ബ്ലഡിൽ ഡൈലൂട്ട് ആവുകയും അങ്ങനെ പെട്ടെന്ന് അറ്റാക്കിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ഇത് ഒഴിവാക്കിയാൽ നമുക്ക് പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്ന ഈ മരണം ഒരു പരിധിവരെ നമുക്കൊക്കെയും എന്ത് ചെയ്യാം, മാറ്റി നിർത്തുവാൻ കഴിയും. ഏറ്റവും കൂടുതൽ ആവശ്യം നാച്ചുറൽ സാധാരണ ഫുഡ് കൊടുക്കുന്നതാണ് ആവശ്യം. ഞാനൊരു കടയിൽ സാധനം വാങ്ങാൻ പോകുന്ന സമയത്ത് അത് മുതലാളി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാനവിടെ എണ്ണ വാങ്ങുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ടാണ്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തുമ്പോൾ ആ പുള്ളിക്ക് പറയുകയാണ്, മുതലാളിയാണ്, നല്ല മുതലാളിയാണ്, ഞാൻ ഈ എണ്ണ, നിങ്ങൾ വാങ്ങുന്ന എണ്ണ ഞാൻ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കാറില്ല. ശ്രദ്ധിച്ചേക്കണം നിങ്ങൾ. ഏത് പുള്ളി പറയുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് പുള്ളി പറയും, ഞാൻ ഇത് ഉപയോഗിക്കാറില്ല. ഞാൻ എൻ്റെ വീട്ടിലത്തേക്ക്, ബിസിനസ് ചെയ്ത വ്യാപാരി എന്നോട് സ്നേഹം കൊണ്ട് പറയുന്നതാണ്, ഞാൻ എൻ്റെ വീട്ടിലത്തേക്ക് നാടൻ തേങ്ങ വാങ്ങി അതിനെ ചെത്തി അതിനെ അരച്ചെടുത്ത് ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ഈ കവറിൽ വരുന്ന എണ്ണ ഞങ്ങൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ ആ പുള്ളിക്കാരനും അറിയാം ഈ സാധനം, ഈ എണ്ണ ഡേഞ്ചർ, അപകടമാണ്, അത് മനുഷ്യൻ്റെ മരണത്തിലേക്ക് നയിക്കുമായതുകൊണ്ട് ഞാൻ ഉപയോഗിക്കാറില്ല. ഞാൻ മറ്റുള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പക്ഷെ ഉപയോഗിക്കുന്നത് ഈ എണ്ണയല്ല, ഞാൻ നാച്ചുറലായ വിഷാംശമില്ലാത്ത നല്ല എണ്ണ, ഞാൻ വിമാനങ്ങളില്ലാത്ത നല്ല എണ്ണ ഞാൻ ഉപയോഗിക്കുന്നു. അവിടെ മനസ്സിലാക്കുക, പുള്ളിയും അത് ഉപയോഗിച്ചിരുന്നത് നമുക്ക് പറയാൻ പറ്റുമായിരുന്നു ഈ നല്ല എണ്ണ ഞാൻ തന്നെയാണ്. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന എണ്ണകളിലെ ഈ എണ്ണ പലഹാരങ്ങൾ കുറേയൊക്കെ ഒഴിവാക്കിയാൽ ആവശ്യത്തിന് കഴിക്കുക. അനാവശ്യമായി കഴിക്കുമ്പോഴാണ് നമ്മുടെ ശരീരം എന്ത് ചെയ്യുന്നത്, മരണകരമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ സാധനം ഒഴിവാക്കണം. കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്ത് നോക്കൂ, ഏതെങ്കിലും ഗൂഗിളിലോ ഡോക്ടർമാരെ കയറി, എനിക്കറിയാം ഡോക്ടർമാരെ കയറി സംസാരിച്ച് നോക്കും. ആ ഹാർട്ട് പരിശോധന ഡോക്ടർമാരൊന്നും ഇങ്ങനെ കാര്യം കഴിക്കാറില്ല. എനിക്കറിയാം അവർ എണ്ണപ്പലം ഉപയോഗിക്കാറില്ല. അവരൊക്കെയും വൈകുന്നേര സമയമാകുമ്പോൾ സ്നാക്സിന് ഉപയോഗിക്കുന്നതെന്നറിയാമോ, ഒരു ആപ്പിളിൻ്റെ ഒരു പീസ്, ഇതൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്. നല്ല വിഷരഹിതമായ പഴവർഗ്ഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഇന്ന് തീരുമാനമുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇനി 5 രൂപയ്ക്ക് വാങ്ങുന്ന ലേസോ സാധനമുണ്ട്, അത് കമ്പനികൾ ഭയങ്കര ലാഭമാണ്, അവർ ബിനാമികൾ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അപകടം വീട്ടിലെ കുഞ്ഞു പിള്ളേർക്ക് കളിക്കാൻ പോകത്തില്ല, വ്യായാമം ചെയ്യില്ല. ഈ ആഹാരം ഒഴിവാക്കുമെങ്കിൽ പുതിയ തലമുറ ഈ മരണകരമായ അപകട അവസ്ഥയിൽ നിന്നുകൊണ്ട് പെട്ടെന്ന് രക്ഷപ്പെട്ടു വരും. എനിക്ക് ഏറ്റവും അടുത്ത ദിവസം നാളായി കേട്ട വാർത്ത, സ്കൂളിൽ പോകാൻ ഒരുങ്ങി നിൽക്കുന്ന കുഞ്ഞ് പെട്ടെന്ന് നെഞ്ചുവേദന മരിക്കുന്നു. സംഭവം എന്ത് പ്രശ്നം അറിയാവോ, പരിശോധിച്ച് മനസ്സിലായി കുഞ്ഞു പിള്ളേർക്കാണ് ഓവർ കൊളസ്ട്രോൾ കയറി ഹാർട്ട് അറ്റാക്ക് എന്നതാണ്. ഇങ്ങനെ വന്നു. കുഞ്ഞിന് രാവിലെ മാഗി, നല്ല ദോശയോ
ഇടിയപ്പമോ ആവിയുണ്ടാക്കുന്ന ആഹാരം കൊടുക്കുന്നതിന് പകരം കൊടുത്തുന്ന മാഗി നിപ്പി പോലുള്ള കെമിക്കൽ ഫുഡാണ് കൊടുത്തു വിടുന്നത്. ഉച്ചയ്ക്കോ പിള്ളേർ, എൻ്റെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ ആഹാരം കഴിക്കത്തില്ല. ഞാനിവിടെ നിന്നുണ്ടായി കൊടുക്കുന്ന എന്താണ്, എണ്ണ പലഹാരം കഴിച്ചുകൊണ്ട് വരും. വീട്ടിൽ വന്നാലോ എണ്ണയിലുണ്ടാക്കുന്ന പൊരിച്ചതും വറുത്തതുമായ ആഹാരം കൊടുക്കും. അപ്പോൾ ഇതൊക്കെ കുഞ്ഞുങ്ങളുടെ ശരീര ആരോഗ്യ രീതിയെല്ലാം അത് ബാധിക്കുന്നുണ്ട്. ഇത് ഒഴിവാക്കണം നിങ്ങൾ. ഒത്തിരി കുഞ്ഞുങ്ങൾ ഇപ്പോൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒത്തിരി പേര് എന്ത് ചെയ്യുക, പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഒഴിവാക്കിയാൽ നമുക്ക് തലമുറയിൽ വലിയ പടിയൊരവസ്ഥ. നാച്ചുറൽ ഫുഡ്, നല്ല ചോറ്, അല്ല മരച്ചീനി, ഇതുപോലെ നല്ല ആഹാരങ്ങൾ പറ്റിച്ചു കഴിഞ്ഞാൽ നന്നാണ്. ഈ സമയത്തല്ല നേന്ത്രപ്പഴങ്ങളോ വിശന്നിരിക്കുമ്പോൾ നല്ല പഴങ്ങളോ കൊടുത്ത് കുഞ്ഞുങ്ങളെ പരിശീലിപ്പിച്ച് നോക്കൂ. കുഞ്ഞുങ്ങൾ ജീവൻ പിടിച്ചു നിർത്താൻ പറ്റും. നിനക്കറിയാമോ? അതുപോലെയാണ് വൈകുന്ന സമയമാകുമ്പോൾ പിന്നെ എന്താണ് സൊമാറ്റോ അവർ കൊണ്ടുവരുന്ന പിന്നെ KFC ഇതുപോലുള്ള ഫുഡുകൾ, അതുപോലെ വൈകുന്നേരം ചിക്കൻ ഫ്രൈ, ബീഫ് ഫ്രൈ, ഇതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. നിങ്ങൾക്കറിയാം, ഹോട്ടലുകളിൽ ഫ്രൈ ചെയ്ത ആഹാരം കഴിക്കുമ്പോൾ അവർ കൊണ്ട് വെക്കാറുണ്ട് ഉള്ളി, അല്ലേ, സവാള, ഒനിയൻ വെക്കാറുണ്ട്. എന്തെന്നറിയാവോ? അവർ കടക്കാർക്ക് തന്നെ അറിയാം ഈ ഫുഡ് പൊരിച്ച ഈ ഫ്രൈ ചെയ്ത ഫുഡിനകത്ത് എണ്ണയുണ്ട്, ഇത് ശരീരത്തിന് ഡേഞ്ചറാണ് എന്നറിയാം. അതുള്ളത് കൊണ്ടാണ് കടക്കാർ ഈ ഫുഡിനകത്ത് എന്തുണ്ടാക്കുന്നത്, ഈ സവാള അല്ലെ ഒനിയൻ കൊണ്ട് അരിഞ്ഞു വെക്കുന്നത്. എന്തിനാണ് ഒനിയൻ വെക്കുന്നത് അറിയാമോ? അപ്പോൾ ആ ഫുഡ് കൊടുത്തിട്ട് ആ എണ്ണാംശം ശരീരത്തിൽ പിടിച്ച് ഡേഞ്ചറാകാതിരിക്കാൻ ഈ ഫുഡ്, ഈ ഒനിയൻ സഹായിക്കും, ഉള്ളി സഹായിക്കും. അപ്പോൾ ബ്ലഡിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, എണ്ണാംശം അലിഞ്ഞു പോകുന്നുണ്ട്. നമ്മളിതൊക്കെ എണ്ണ ആഹാരം ഒഴിവാക്കിയാൽ നമുക്ക് ജീവിക്കാൻ പറ്റും. ഇന്ന് ഒരു 105 വയസ്സ് പ്രായമുള്ള അമ്മച്ചി ഞാൻ ഇന്ന് ഒരു യൂട്യൂബിൽ കൂടെ കണ്ടു. അവിടെ പ്രത്യേകം എന്താ, അവിടെ വർഷങ്ങൾക്ക് മുമ്പ് ഈ പൊരിച്ചതും വറുത്തതും തിന്നാനുള്ള സാമ്പത്തിക ശേഷിയില്ല, അന്നില്ല. ലേസ് പോലുള്ള ജങ്ക് ഫുഡ്സുകളൊന്നും അന്നില്ല. അന്ന് സാധാരണ ഫുഡാണ്. അത് മണ്ണിൽ നിന്നുണ്ടാക്കുന്ന ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിക്കാറില്ല. വൈകുന്ന സമയമാകുമ്പോൾ ഭാര്യയും മക്കളും വിളിച്ചുകൊണ്ട് ഹോട്ടലിൽ പോയി ആഹാരം കഴിക്കുന്നതിന് പകരം വീട്ടിൽ ഉണ്ടാക്കുന്ന ആഹാരം കഴിച്ചു നോക്കൂ. കുഞ്ഞുങ്ങളുടെ ശരീരം തടിയാകാതെ നല്ല ഒതുങ്ങിയ വടിവത്ത ശരീരമായി കുഞ്ഞുങ്ങൾ വരും. ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ വളരും. നമ്മളെന്നറിയാം ചെയ്യുന്നത്, കുഞ്ഞുങ്ങൾക്ക് ശക്തി പകരാൻ, ആരോഗ്യം പകരാൻ വേണ്ടി കടയിൽ കൊടുക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാറുണ്ട്. ഇതുപോലുള്ള അതുപോലെ ബീഫ്, ഇത് അപകടമാണ്. വല്ലപ്പോഴും കഴിക്കുന്നത് പ്രശ്നമല്ല. നിരന്തരം ഇത് കഴിക്കുമ്പോൾ ഭയങ്കരമായ അപകടാവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ സാധാരണ വീട്ടുണ്ടാക്കുന്ന ഫുഡോട് ചേർന്ന് ഇതുപോലെ ഓനിയനോ സവാളയോ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെയൊക്കെയും ജീവനെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഞാൻ ഡോക്ടറല്ല, പക്ഷേ പലയിടത്ത് നടക്കുന്ന സംഭവങ്ങൾ ഞാൻ പഠിച്ചു വായിച്ചും പല ഡോക്ടർമാരുടെ വീഡിയോകൾ കണ്ടും അവരുടെ ഉപദേശങ്ങൾ ഞാനൊന്ന് ആവർത്തിച്ചു എന്നേ ഉള്ളൂ. കാര്യം അവരുടെ വീഡിയോകൾ കാണാത്തവർ എൻ്റെ ഈ വീഡിയോ കാണുമ്പോഴെങ്കിലും നിങ്ങൾ ഇങ്ങനെ വരും തലമുറകൾക്ക് ഈ ഫുഡ് വാങ്ങി കൊടുക്കരുത്. കമ്പനിക്കാർക്ക് ലാഭമാണ്, അവർ കൊള്ള പങ്കിടുന്നുണ്ട്. അവർക്കത് മാസം തോറും ബിനാമികൾ പൈസ ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, നമ്മൾ അറിയാവുന്ന കുഞ്ഞുങ്ങൾ മരണത്തിലേക്ക് വഴിതിപ്പിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കൊന്നും അറിയില്ല. ഗവൺമെൻറ് ഇതിനെതിരെ പ്രശ്നം ഉണ്ടാക്കാറില്ല. അവർക്ക് GST ടാക്സോ അവർക്ക് കിട്ടുന്നുണ്ട്. ഗവൺമെൻറ് ഒന്നും ഇതിനെതിരെ ചലിക്കത്തില്ല. അവർ ഗവൺമെൻറ് അറിയാം ഇതൊക്കെ അപകടകരമായ ആഹാരമാണ്, വിഷാംശമുള്ള ആഹാരമാണ് എന്നൊക്കെ അറിയാം. പക്ഷെ എന്നാൽ അവർ ചെയ്യില്ല. കാര്യം അതിപ്പോൾ ഈ ഗവൺമെൻറ് മാത്രമല്ല, ഏത് ഗവൺമെൻറ് വന്നാലും അവർക്ക് ടാക്സും GST കിട്ടുന്നത് കൊണ്ട് അവർ ഇതിനെതിരെ ഒരു പരിധിവരെ പ്രഹസനം പോലെയൊക്കെ നിൽക്കുന്നതല്ലാതെ അവർ പ്രത്യക്ഷത വരാറില്ല. നമുക്ക് നമ്മുടെ ആരോഗ്യവും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആയുസ്സും നിലനിർത്തണമെങ്കിൽ നാം തന്നെ എന്ത് ചെയ്യുക, പ്രതിക്രിയ ചെയ്യണം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്കറിയാമോ, ഏറ്റവും കൂടുതൽ യുവാക്കൾക്ക് വരുന്ന രോഗമാണ് വയറിൽ കുടൽപ്പുണ്ണ്. എന്താ വരുന്നറിയാവോ? കടകളിൽ പോയി ഇതേപോലുള്ള ഫുഡ്, ഗ്യാസ് വെള്ളങ്ങൾ വാങ്ങി കുടിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. പ്രിയമുള്ളവർ, നിങ്ങൾ ആഹാരങ്ങൾ കുഞ്ഞുങ്ങൾ കൊടുക്കരുത്. നിങ്ങളും ഒഴിവാക്കിയാൽ നമുക്കൊരു പരിധിവരെ നമുക്ക് ജീവനെ പിടിച്ചു നിർത്താൻ പറ്റും. അകാല മരണങ്ങൾ, ഇതുപോലുള്ള കുഴഞ്ഞു വീഴുന്ന അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് രക്ഷ നേടുവാനായിട്ട് സാധിക്കും. അതുപോലെ ആഹാരം കഴിച്ചിട്ട് പെട്ടെന്ന് ഉറങ്ങുക, എക്സസൈസ് ഇല്ല, അനാവശ്യമായി കുഞ്ഞുങ്ങളുടെ മൊബൈൽ കൊടുക്കരുത്. അവർ കഴിച്ചുകൊണ്ട് അങ്ങോട്ട് നടക്കട്ടെ, കാര്യങ്ങൾ ചെയ്യട്ടെ, പഠിക്കട്ടെ, ഈ കളിക്കട്ടെ, കൂട്ടുകാരുമായി സമ്പർക്കമുണ്ടാക്കട്ടെ. അതിലേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തീർത്തും കാണുക. ഇത് എനിക്കും മാത്രമല്ല നമുക്ക് വേണ്ടി പറഞ്ഞു വീഡിയോ ആണെന്നുള്ള പരിഗണനയോടുകൂടെ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ബെനിഫിറ്റ് വേണ്ടി ഷെയർ നിൽക്കണ്ട.
ഇത് ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്നുവെങ്കിൽ അവർക്ക് പ്രയോജനപ്പെടട്ടെ. ഷെയർ ചെയ്യുക, അത് വലിയ അനുഗ്രഹമായി മാറും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.